നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. UAE വരുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന് പറയുന്നത്. UAE സന്ദർശിക്കുന്നവർ കഴിക്കുന്ന മരുന്ന് എയർപോർട്ടിൽ എത്തുമ്പോൾ പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്നതാണ് ഈ ചോദ്യം. അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റാണ് ഇക്കാര്യത്തിൽ യാത്രക്കാർക്ക് ഇപ്പോൾ വിശദീകരണം നൽകിയത്. UAE കുറിപ്പടിയില്ലാത്തതോ നിയന്ത്രിതമല്ലാത്തതോ ആയ മരുന്നുകളുമായി യാത്ര ചെയ്യാൻ അനുവാദമുണ്ട്. എന്നാൽ കൊണ്ടുവരുന്ന മരുന്നുകൾ മയക്കുമരുന്ന്, സൈക്കോട്രോപിക് നിയന്ത്രിതം അല്ലെങ്കിൽ സെമി കൺട്രോൾ എന്നിങ്ങനെയുള്ള വിഭാഗത്തിൽ പെട്ടതായിരിക്കരുത് എന്ന് മാത്രം. ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊണ്ടുവരുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമാണ് എന്നോർക്കണം. ഇതിനായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഒരു പെർമിറ്റ് നേടുകയും എയർപോർട്ടിൽ കൊണ്ടുവരുന്ന മരുന്ന് വെളിപ്പെടുത്തുകയും വേണം. നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ നിങ്ങൾക്ക് വേണ്ടി മരുന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനായി യോഗ്യതയുള്ള അധികാരികൾ നോട്ടറൈസ് ചെയ്ത ഒരു ഔദ്യോഗിക പവർ ഓഫ് അറ്റോർണി ഉണ്ടായിരിക്കണം. കൊണ്ടുവരുന്ന ഇത്തരം മരുന്നുകളുടെ അളവ് ചികിത്സയുടെ കാലാവധി അനുസരിച്ചായിരിക്കണം. നിർദ്ദിഷ്ട അളവ് ആവർത്തിച്ചാൽ ചികിത്സയുടെ കാലാവധി 3 മാസത്തിൽ കൂടരുത്. ഇത്തരം മരുന്നുകൾ കൊണ്ടുവരുന്നതിന് കയ്യിൽ വെക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് പറയാം. MOH പെർമിറ്റ്, രോഗിയുടെ ഡാറ്റ, മരുന്നിൻ്റെ പേര്, നിർദ്ദേശിച്ച അളവ്, ഡോക്ടറുടെ പേര്, ആരോഗ്യ സ്ഥാപനത്തിൻ്റെ സീൽ എന്നിവയടങ്ങിയ മെഡിക്കൽ റിപ്പോർട്ട്, പാസ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ID ഒരു പകർപ്പ്, 1 മാസം മുമ്പ് നൽകിയ മെഡിക്കൽ കുറിപ്പടിയുടെ ഒരു പകർപ്പ്. ഇത്തരം രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിയന്ത്രിത മരുന്നുകൾ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. പിടിച്ചു കഴിഞ്ഞാൽ പിഴ കുറച്ചൊന്നും അല്ലെന്നോർക്കണം. മിനിമം 2 വർഷത്തെ തടവും 1 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കും. അത് ജീവപര്യന്തം തടവും 2 ലക്ഷം ദിർഹം വരെ പിഴയും ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ മരുന്നുകൾ കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അബദ്ധത്തിലെങ്ങാനും രാജ്യത്ത് നിരോധിച്ച മരുന്നുകളുമായി വന്ന് പിടിക്കപ്പെട്ടാൽ ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്നോർക്കുക.